എൻ്റെ മോനെ രക്ഷിക്ക് അല്ലോ എന്ന് നൂഹ് അലൈഹിസ്സലാം എന്ന പ്രവാചകനായ ബാപ്പ പറഞ്ഞപ്പോ അല്ല പറയുന്നത് എന്താണ്? ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ മോനല്ല, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, അവൻ്റെ കാര്യത്തിൽ ഇനി എന്നോട് മിണ്ടിപ്പോകരുത്, അറിയാത്തത് സംസാരിക്കരുത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് തൗബ ചെയ്യുകയാണ്. റബ്ബേ, അറിയാതെ ഞാൻ നിന്നോട് എന്തെങ്കിലും ചോദിച്ചു പോയെങ്കിൽ മാപ്പാക്കണമെന്ന് നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നു. ഇവിടെ കൂടിയ എൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ, ഞാൻ അടക്കമുള്ളവർ ചിന്തിക്ക്, നമ്മൾ നന്നായതുകൊണ്ട് നമ്മുടെ മക്കൾ നന്നാകൂല, കെയർ ഓഫിൽ രക്ഷപ്പെടാനാകൂല. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മോൻ ബാപ്പയുടെ മുമ്പിൽ കിടന്നുകൊണ്ടാണ് പ്രളയത്തിൽ മുങ്ങിച്ചത്ത് കഫറായി മരിച്ചു പോകുന്നത്. ബാപ്പ നബിയല്ലേ, ഒരു രക്ഷയില്ല, അതൊന്നും അവിടെ പറഞ്ഞാൽ നടക്കൂല. ഇനി നിങ്ങൾ നോക്ക്, അതേ പ്രവാചകനായ നൂഹ് അലൈഹിസ്സലാം, അതുപോലെ തന്നെ മറ്റൊരു പ്രവാചകനായ ലൂത്ത് അലൈഹിസ്സലാം, രണ്ടാളും ഭർത്താക്കന്മാർ. ആ ഭർത്താക്കന്മാർ നബിമാരാണ്. നബിമാരായ രണ്ട് ഭർത്താക്കന്മാരുടെ രണ്ടുപേരുടെയും ഭാര്യമാർ, അവരുടെ വിശ്വാസം നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെയും വിശ്വാസമായിരുന്നില്ല. അവർ ഈ നബിമാരുടെ ആദർശത്തിലേക്ക് കടന്നു വന്നില്ല. ചുരുക്കി പറയട്ടെ, റഹ്മാനായ റബ്ബ് കൃത്യമായി സൂറത്തു തഹരീമിലൂടെ പറഞ്ഞതെന്താണെന്നോ, ഈ രണ്ട് നബിമാരുടെയും ഭാര്യമാരോട് പറയപ്പെടുക എന്താണ്? വഖീല ദുഖുലന്നാറ മഅദ്ദാഖിലീൻ, നരകത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും പൊയ്ക്കോ. ആരാ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നത്? ആരെയാ പറഞ്ഞയക്കുന്നത്? നൂഹ് നബി എന്ന പ്രവാചകന്റെ ഭാര്യയെ, ലൂത്ത് നബി എന്ന പ്രവാചകന്റെ ഭാര്യയെ നരകത്തിലേക്കാ പോകുന്നത്. ഭർത്താവ് നല്ലവരല്ലേ, രക്ഷപ്പെടുത്താൻ അവിടെ പരലോകത്ത് റഹ്മാനായ റബ്ബ് ചെയ്യൂല. നന്നായിട്ടില്ല, സ്വയം ഈമാൻ ഉണ്ടെങ്കിലല്ലാതെ, സ്വന്തം ഈമാൻ ശരിപ്പെടുത്തിയാലല്ലാതെ ഒരാളുടെ കെയർ ഓഫിലും രക്ഷപ്പെടൂല. ഇനി കേൾക്കണോ, റഹ്മാനായ റബ്ബിൻ്റെ ഖലീലായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദീന് ശരിക്കും വീട്ടിൽ പറഞ്ഞു കൊടുത്തു, നാട്ടിൽ പറഞ്ഞു കൊടുത്തു, സമൂഹത്തോട് പറഞ്ഞു കൊടുത്തു. പക്ഷേ സ്വന്തം ബാപ്പ പോലും അംഗീകരിച്ചില്ല ഇബ്രാഹിം നബിയെ. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വഇദ് ഖാല ഇബ്രാഹിമു ലിഅബീഹി ആസറ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഉപ്പയുടെ പേര് ആസർ എന്ന് ഖുർആനിലുണ്ട്. ആ ആസർ എന്ന് പറയുന്ന മനുഷ്യൻ മോൻ പറയുന്ന ദഅവത്തിലേക്ക് ചെവി കൊടുത്തില്ല. മോനെ ചീത്ത പറഞ്ഞു, മോനെ എതിർത്തു, കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി വീട്ടിൽ നിന്ന് പടിക്ക് പുറത്താക്കി ആട്ടിപ്പറഞ്ഞയച്ചു. അങ്ങനെയാണ് ആ ബാപ്പ മകനോട് പെരുമാറിയത്. മകൻ പ്രവാചകനാണ്, പക്ഷേ നാളെ മഹ്ശറിലെത്തുമ്പോ, പരലോക കോടതിയിലെത്തുമ്പോ അവിടെ നടക്കുന്ന ദയനീയമായ ഒരു രംഗമുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന മകൻ ബാപ്പയെ കാണുന്നു, മഹ്ശറിൽ ബാപ്പയെ കാണുകയാണ്. ഒരു നികൃഷ്ടനായ ഒരു ജീവിയുടെ കോലത്തിലാണ് കാണുന്നത്. അങ്ങനെ കണ്ടു എന്ന് മാത്രമല്ല, ആ കൈകാലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് ബാപ്പയെ ഒരേറാണ് ഇബ്രാഹിം അലൈഹിസ്സലാം കാണുകയാണ്. റബ്ബിനോട് പറഞ്ഞു നോക്കി, അല്ലാ എൻ്റെ ബാപ്പ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു നോക്കി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവൻ്റെ തീരുമാനം എന്താണ്? നരകം അതവർക്കുള്ളതാണ്, ഒരിക്കലും അവർക്ക് സ്വർഗമില്ല, സ്വർഗം അവർക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇവിടെ നിങ്ങളിപ്പോൾ എത്ര ആളെ കേട്ടു? ബാപ്പയുടെ കെയർ ഓഫിൽ മോൻ രക്ഷപ്പെടൂല, ഭർത്താവിൻ്റെ കെയർ ഓഫിൽ ഭാര്യ രക്ഷപ്പെടൂല. ഇനി ഭാര്യയുടെ കെയർ ഓഫിൽ ഭർത്താവ് രക്ഷപ്പെടുമോ? ലോകം കണ്ട ധിക്കാരിയായ ഫറോവ, ആ ഫറോവയുടെ കിടപ്പറ പങ്കിട്ട വ്യക്തിത്വം മഹദിയായ ആസിയ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹാ, മൂസ നബി അലൈഹിസ്സലാമിൻ്റെ തൗഹീദ് കേട്ട് ആ തൗഹീദിലേക്ക് ആകൃഷ്ടയായിക്കൊണ്ട്, എനിക്ക് കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ വേണ്ട, എനിക്ക് റാണിയായി വിലസണ്ട, ദുന്യാവിലെ ഒരു സൗകര്യങ്ങളും എനിക്ക് വേണ്ട,
മൂസ നബി അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയിട്ടുള്ള എൻ്റെ റബ്ബിൻ്റെ സ്വർഗം മതി എനിക്ക് ദുനിയാവിലൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച ആസിയ ബീവി അവർ റഹ്മാനായ റബ്ബിനോട് പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന നേരത്തും സത്യവിശ്വാസികളുടെ മുഴുവൻ മാതൃകയായിക്കൊണ്ട് അല്ലാഹു പരിചയപ്പെടുത്തിയ ഇമ്രഅത്ത് ഫിർഔൻ എന്ന് പറഞ്ഞ ആ മഹദിയതാ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഓ സഹോദരിമാരെ, ദീനിന് വേണ്ടി നമ്മളൊക്കെ എന്താ അനുഭവിച്ചിട്ടുള്ളത്? നമ്മുടെ നേതാവായ വിശ്വാസികൾക്ക് മുഴുവനും മാതൃകയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ഭർത്താവിൻ്റെ പട്ടാളക്കാരുടെ കിരാതമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന നേരത്തും അവരുടെ ചുണ്ടുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നൊരു ദുആയുണ്ടായിരുന്നു. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. എന്താ ഒരു ദുആ ചെയ്തത്? റബ്ബേ, എനിക്ക് ദുനിയാവിലെ ഒരു സുഖങ്ങളും വേണ്ട. ഞാൻ ഫറോവയുടെ കൊട്ടാരത്തിലെ രാജ്ഞിയാണ്, ശരിയാണ്. എന്നെ പരിചരിക്കാൻ തോഴിമാരുണ്ട്, സഖികളുണ്ട്, പലരുമുണ്ട്. മുന്തിയ ഫ്രൂട്ട്സുകളുണ്ട്, ഭക്ഷണങ്ങളുള്ള കൊട്ടാരത്തിലെ രാജ്ഞിയാണ് ഞാൻ. പക്ഷേ എനിക്കതൊന്നും വേണ്ട അല്ലാ. എനിക്ക് നിന്റെ ചാരത്ത് സ്വർഗത്തിൽ ഒരു വീട് വേണം. നിന്റെ അടുക്കൽ എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് തരാമോ? എന്നെ ഈ ഫറോവയുടെ ഈ കിരാതമർദ്ദനത്തിൽ നിന്ന്, അക്രമികളുടെ മർദ്ദനത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് നിന്റെ അടുക്കൽ എനിക്കൊരു വീട് തരാമോ? സ്വർഗം തരാമോ? ഫറോവയുടെ ഭാര്യയുടെ തേട്ടം അതായിരുന്നു. ഉമ്മമാര് ചിന്തിച്ചോ, റബ്ബിൻ്റെ ദീനിന് വേണ്ടി എന്തെങ്കിലും ഒരു ത്യാഗം നമ്മളൊക്കെ സഹിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉമ്മ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ദുനിയാവിലെ രാജ്ഞിപ്പട്ടം കിട്ടിയിട്ടും എല്ലാ സൗകര്യങ്ങളും വിട്ടെറിഞ്ഞിട്ട് റബ്ബിനോട് പറയാണ്, ദുനിയാവിൽ എന്നെ ആരെന്ത് ചെയ്താലും, എന്നെ ഇഞ്ചിഞ്ചായി കൊത്തി നുറുക്കി എന്നെ വധിച്ച് കളഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. റബ്ബേ, നിന്റെ അടുക്കൽ ഒരു കൊട്ടാരം, നിന്റെ അടുക്കൽ എനിക്കൊരു വീട്. അങ്ങനെ അവർ പരലോക യാത്രയായ ഉമ്മയ, ആ ഉമ്മ മഹദിയാണെന്നുള്ളത് കൊണ്ട്, ആ ഭാര്യ മഹദിയാണെന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു ഇളവിധിക്കാരിയായ ഫറോവക്ക് പരലോകത്ത് കിട്ടുമോ? അവൻ ചെങ്കടലിൽ മുക്കിക്കൊല്ലപ്പെട്ടവനല്ലേ? അവൻ എന്തെങ്കിലും ഒരു ഇളവ് പ്രതീക്ഷിക്കാനാകുമോ? ഒരിക്കലുമില്ല. ഇനി അധികം ആ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. മനസ്സിലാകാൻ മാത്രം ഇതൊക്കെ എമ്പാടുമായി ഒരാളുടെയും കെയർ ഓഫ് പറഞ്ഞുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ ഖബറിലോ പരലോകത്തോ രക്ഷപ്പെടാൻ എനിക്കാവില്ലെങ്കിൽ നമ്മളൊക്കെ ഒന്നിച്ച് സ്വർഗത്തിലേക്ക് കുടുംബസമേതം പോകണോ? എല്ലാവരും അവരവർക്ക് വേണ്ട ഇൽമുകൾ അവരവർ നേടിയെടുക്കണം. അത് നേടണം. ഇപ്പം നിങ്ങൾ നോക്കൂ, പലപ്പോഴും നമ്മുടെ സദസ്സുകളുടെ അവസ്ഥ എന്താണ്? ഖുർആൻ ക്ലാസ്സുകളുടെ അവസ്ഥ എന്താണ്? ഹദീസ് ക്ലാസ്സുകളുടെ അവസ്ഥ എന്താണ്? ഇസ്ലാമിക പഠന കേന്ദ്രങ്ങളുടെ അവസ്ഥ എന്താണ്? ഒരുപക്ഷെ ബാപ്പ ക്ലാസ്സിന് വരുന്നുണ്ടാകും, ഭാര്യ വരുന്നില്ല, മക്കൾ വരുന്നില്ല, കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രമാണ് വരുന്നത്. ചിലപ്പോൾ പെണ്ണ് വരുന്നുണ്ട്, ഭർത്താവിന് അതിനോട് താല്പര്യമില്ല. ഇനി ഭാര്യയും ഭർത്താവും കൂടെ ദീന് പഠിക്കാൻ വരുന്നുണ്ട്, മക്കൾക്ക് താല്പര്യമില്ല. കാരണം അവർക്ക് കോഴ്സാണ്, അവർക്ക് ട്യൂഷനാണ്, അവർക്ക് പ്രോജക്റ്റ് വർക്കുകൾ ചെയ്യാനുണ്ട് എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞിട്ട് ഉമ്മയും ബാപ്പയും ഒക്കെ നേരത്തെ തന്നെ ഒന്നാം സഫിലെത്തി ഖുർആനും ഹദീസും ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ മക്കൾ ഇതൊന്നും പഠിക്കുന്നില്ല. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഈ മക്കളെ കൂടെ കിട്ടണം എന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമാണോ? കാരണം നിങ്ങൾ നേടിയത് അവർ നേടിയിട്ടില്ല. നിങ്ങൾ നേടിയത് അവരും നേടിയിട്ടുണ്ടെങ്കിലേ അവർക്ക് നിങ്ങളുടെ അത്ര തന്നെ പവറൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് റബ്ബ് സ്വർഗത്തിലേക്ക് അവരെ എത്തിച്ചു തരികയുള്ളൂ. പക്ഷേ അതിന് അടിസ്ഥാനപരമായ ക്വാളിഫിക്കേഷനും ആ രൂപത്തിലുള്ള അവസ്ഥയും അവരിൽ ഉണ്ടാവണം. അതെന്താ? അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറയുന്നുണ്ട്. മുഅ്മിനീങ്ങൾക്ക് സ്വർഗത്തിൽ അല്ലാഹു വലിയ സന്തോഷമാണ് നൽകുക. അവരുടെ സന്തോഷം ഇരട്ടിപ്പിക്കാൻ വേണ്ടി റബ്ബ് ചെയ്യുന്ന വേറൊരു കാരുണ്യമുണ്ട്. അതെന്താണ്? ചില ബാപ്പമാര് അതുപോലെ തന്നെ ഉമ്മമാരൊക്കെ വലിയ നേതാക്കളായിരിക്കും.
സ്വർഗത്തിലേക്ക് ഉന്നതമായ പദവി കിട്ടാൻ മാത്രം അവരൊക്കെ ഉയർന്നവരായിരിക്കും. അതേ അവസരത്തിൽ അവരുടെ മക്കള് ഒരുപക്ഷെ അത്ര തന്നെ അങ്ങോട്ട് ഉയർന്നിട്ടുണ്ടാവില്ല. എന്നാൽ അവർ കാഫിറുകളല്ല, മുനാഫിക്കുകളല്ല, തെമ്മാടികളല്ല. സ്വർഗത്തിൽ ഈ ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ പദവിയോളം എത്താൻ മാത്രമുള്ള ഒരു ശ്രേഷ്ഠത അവർക്കില്ല, ഒരു തുല്യ പദവി അവർക്കില്ല എന്ന് നിങ്ങൾ സങ്കൽപ്പിക്കുകയല്ല. അല്ലാഹു പറയുകയാണ്, അങ്ങനെയുള്ള ഉമ്മാക്കും ഉപ്പാക്കും സന്തോഷം സ്വർഗത്തിൽ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി റബ്ബ് ചെയ്യുന്ന ഒരു കാരുണ്യമുണ്ട്. അത് സൂറത്തു തൂറിലെ 21-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നുണ്ടുമുണ്ട്. അതെന്താണെന്നല്ലേ? വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയതുഹും ബിഈമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഅ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. സൂറത്തു തൂറിലെ 21 മറക്കരുത്. ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ എല്ലാവരും ചിന്തിക്കണം. അല്ലാഹു പറയാണ്, ശരിക്ക് ചിന്തിക്കണം. വല്ലദീന ആമനൂ, മുഅ്മിനുകളായ ബാപ്പമാര്, ഉമ്മമാര്, ആ മുഅ്മിനുകളായ ബാപ്പയും ഉമ്മയൊക്കെ സ്വർഗത്തിലെത്തി. അതോടൊപ്പം തന്നെ അവരുടെ മക്കൾ അത്ര തന്നെ ഉമ്മയും ഉപ്പയും എത്തിപ്പോയ ദർജയിലെത്താൻ മാത്രം അത്ര ഉയർന്നവരല്ല, എന്നാലും അവർ സ്വർഗത്തിലുണ്ട്. സ്ഥാനക്കയറ്റം കിട്ടാൻ മാത്രം അവർക്ക് യോഗ്യതയില്ല. പക്ഷേ ഈ ഉമ്മാക്കും ഉപ്പാക്കും കണ്ണ് നിറയണ്ടേ, ഉമ്മാക്കും ഉപ്പാക്കും സ്വർഗത്തിൽ സന്തോഷം ഇരട്ടിക്കണ്ടേ, അവർക്ക് കൺകുളിർമ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി അല്ലാഹു ചെയ്യുന്ന ഒരു കാരുണ്യമുണ്ടതെന്താണ്? അത്തരത്തിലുള്ള മക്കൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അൽഹഖ്നാ ബിഹിം ദുർരിയതഹും, ഈ മക്കളെ ഉപ്പാടെ ഉമ്മാടെ പദവിയിലേക്ക് അല്ലാഹു അങ്ങ് സ്ഥാനക്കയറ്റം കൊടുക്കും. ഇവരുടെ എത്ര അമലൊന്നും ഈ മക്കൾക്കില്ലെങ്കിലും മുഅ്മിനീങ്ങളായ മക്കളാണ്. നരകത്തിൽ പോകേണ്ട തമ്മാടികളൊന്നുമല്ല, സ്വർഗത്തിലെത്തേണ്ട മക്കൾ തന്നെയാണ്. ആ മക്കൾക്ക് ഈ ബാപ്പയെ പരിഗണിച്ച്, ഉമ്മയുടെ സന്തോഷം പരിഗണിച്ച്, ഉമ്മയുടെയും ഉപ്പയുടെയും ദറജയിലേക്ക് ഈ മക്കളെ അല്ലാഹു അങ്ങ് സ്വർഗത്തിൽ പദവി ഉയർത്തിക്കൊടുക്കുന്നു. ആരുടെയെങ്കിലും ഒരു നന്മയെടുത്തിട്ട് കൊടുത്ത് ആർക്കെങ്കിലും കമ്മി വരുത്തിക്കൊണ്ടാണോ? ഒരിക്കലുമല്ല. വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഅ. എന്തൊരു സന്തോഷ വാർത്തയാണത്! എത്ര മനോഹരമായ ഒരു ന്യൂസാണത്! റഹ്മാനായ റബ്ബ് നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ അവിടെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ചിന്തിക്കണം. അവിടെ അല്ലാഹു പറഞ്ഞ ഒരു കണ്ടീഷൻ എന്താണ്? വല്ലദീന ആമനൂ. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. ബാപ്പിയും ഈ മുഅ്മിനീകളാണ്, അവർ സ്വർഗത്തിലേക്കെത്തി. ആ സ്വർഗത്തിലെത്തുമ്പോൾ അവരുടെ കൂടെ അവരുടെ മക്കളെ അല്ലാഹു ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ മക്കളിൽ ഉണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്? അതാണ് രണ്ടാമത് പറയുന്നത്. വത്തബഅതുഹും ദുർരിയതുഹും ബിഈമാൻ. ഈ ബാപ്പയോട്, ഈ ഉമ്മയോട് ഈ മക്കളെ അല്ലാഹു അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്തേ ചേർത്ത് കൊടുക്കാൻ കാരണം? ഈ ബാപ്പയുടെയും ഉമ്മയുടെയും ഈമാനിലേക്ക് ഈ മക്കളും പിന്നാലെ ഫോളോ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ബാപ്പൻ്റെയും ഉമ്മൻ്റെയും സമ്പത്തിൻ്റെ അവർക്ക് കോരിക്കൊടുക്കുമെന്നല്ല, പദവി ഉണ്ടായതുകൊണ്ട് എന്നല്ല. ബാപ്പയുടെയും ഉമ്മയുടെയും ഈമാനിലേക്ക് ഈ മക്കളും പ്രവേശിച്ചവരാണ്. അതുകൊണ്ട് ഈ ബാപ്പാക്കും ഉമ്മാക്കും സന്തോഷത്തിൻ്റെതായ ഒരു കൺകുളിർമ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി റഹ്മാനായ റബ്ബ് അവർക്ക് സ്ഥാനക്കയറ്റം കൊടുക്കുന്നു. ചുരുക്കി പറയുകയാണ് സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മുഅ്മിനീങ്ങളാവണം, അല്ലാത്ത യാതൊരു കെയർ ഓഫിലും അവിടെ രക്ഷപ്പെടാനാവില്ല. അപ്പോൾ ഓരോരുത്തർക്കും എന്ത് വേണം? ഞാൻ ഇന്നലെ പറഞ്ഞ ഈമാനികമായ വിഭവം, വിശ്വാസ വിശുദ്ധി വേണം, കർമ്മവിശുദ്ധി വേണം, സ്വഭാവ വിശുദ്ധി വേണം, ലൈംഗിക വിശുദ്ധി വേണം, സാമ്പത്തിക വിശുദ്ധി വേണം, ധാർമ്മിക വിശുദ്ധി വേണം. എല്ലാ അർത്ഥത്തിലും എല്ലാവരും വിശുദ്ധി പാലിച്ചാലേ ഒന്നിച്ച് സ്വർഗത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരവസ്ഥയിലേക്ക് ഉയരാനും വളരാനുമാണ് ഈ ഫാമിലി കോൺഫറൻസുകളിലൂടെ ഉത്ബോധിപ്പിക്കപ്പെടുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അതിനെന്താ നമുക്ക് തടസ്സം? ഇതിനെന്താ നമുക്ക് തടസ്സം? ഒന്നാമത്തെ തടസ്സം ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇൽമ് പറയുന്ന വേദികളിൽ കുടുംബത്തിലെ മുഴുവൻ മെമ്പർമാരെയും ഇന്ന് കാണാനില്ല. ഇത് നിങ്ങൾ ഒരിക്കലും
വെച്ച് പൊറുപ്പിക്കേണ്ടുന്ന ഒരു പ്രത്യേകമായ കാര്യമല്ല. ഇതെല്ലാ കുടുംബങ്ങളിൽ നിന്നും മാറ്റം വരണം. ഒരു ദർസിലേക്ക്, ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു വേദിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടോ? അവിടെ നിങ്ങളുടെ ഭാര്യ വേണം, നിങ്ങളുടെ ഭർത്താവ് വേണം, നിങ്ങളുടെ മക്കൾ വേണം, നിങ്ങളുടെ ബന്ധപ്പെട്ടവർ വേണം. കാരണം നിങ്ങൾ എന്തിനാ പോകുന്നത്? സ്വർഗത്തിൽ കടക്കാൻ. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ബന്ധപ്പെട്ടവരെ വീട്ടിലാക്കിയിട്ട് നിനക്കതൊന്നും വേണ്ടെന്ന് പറയാൻ എങ്ങനെയാ നമുക്ക് കഴിയുക? അതുകൊണ്ട് നമ്മൾ പഠിച്ചത് മറ്റുള്ളവരും പഠിച്ചിട്ടില്ലെങ്കിൽ ആ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാവില്ല. എന്തേ കുടുംബത്തിൽ അസ്വസ്ഥത വിളയാടുന്നത്? എന്തേ കുടുംബത്തിൽ അശാന്തി പടരുന്നത്? കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ട നിയമങ്ങൾ ലോകത്തുള്ള എല്ലാ കുടുംബത്തിനും മാതൃകയായി കൊണ്ടുവന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന മഹാനായ നേതാവിൻ്റെ ആശയങ്ങളെ നമ്മൾ കാറ്റിൽ പറത്തി. അതോടെ കുടുംബത്തിൻ്റെ എല്ലാ രൂപത്തിലുള്ള പ്രതിസന്ധികൾക്കും അവിടെ തുടക്കമായി. എന്താണ് ഈ കുടുംബത്തിൽ അശാന്തി? കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് ഇരുന്ന് കരയുകയല്ല, പരിഹാരവും കാണണം. എന്താണ് കുടുംബത്തിൽ കാണുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം? ഒന്നാമതായി നമ്മൾ അറിയണം എന്താ ഈ കുടുംബം. കുടുംബം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് തുടങ്ങുന്നത് വിവാഹത്തിലൂടെയാണ്. അന്യരായി രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ കഴിഞ്ഞിരുന്നവരാണ് ഒരു പെണ്ണ്. അവർ കണ്ടു, തൃപ്തിപ്പെട്ടു. ഇസ്ലാമികമായ നിയമങ്ങളോടുകൂടി അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ നിയമങ്ങൾ ആരംഭിക്കുന്നു. ഒന്നിച്ച് കുടുംബം ഒന്നിച്ച് സ്വർഗത്തിൽ പോണോ? സംതൃപ്തമായി ജീവിക്കണോ? ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്, നീ നിന്റെ ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ, അതുപോലെ തന്നെ രക്ഷിതാക്കളെ, മകൾക്ക് നിങ്ങൾ പുതിയാപ്പിളയെ തെരഞ്ഞെടുക്കുമ്പോൾ മാനദണ്ഡം ഇന്ന് നാട്ടുനടപ്പ് പലതുമുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ധനമാണ് പലരും നോക്കുന്നത്. അതുപോലെ തന്നെ സൗന്ദര്യമാണ് രണ്ടാമത് നോക്കുന്നത്. നല്ല തറവാട്ടുകാരാണോ എന്നാണ് മൂന്നാമത് നോക്കുന്നത്. പിന്നെ നോക്കുന്നത് എന്താണ്? കുറച്ചൊക്കെ ദീന് വല്ലതും ഉണ്ടോ? ദീനുള്ള പെണ്ണാണോ? ദീനുള്ള ചെറുക്കനാണോ? അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ഇങ്ങനെ 3-4 കാര്യങ്ങളൊക്കെ വിവാഹത്തിൻ്റെ അന്വേഷണ വേളയിൽ ഇതൊക്കെ ആളുകൾ നോക്കുന്നുണ്ട്. നോക്കിക്കോ, വിരോധമൊന്നുമില്ല. പക്ഷേ അവസാനം മുസ്തഫ പറയാണ്, ഈ പറഞ്ഞ 4 നീ പ്രാധാന്യം കൊടുക്കേണ്ടത് ദീനുള്ളതിനെ തെരഞ്ഞെടുത്തുകൊണ്ടാണ്. അപ്പം ദീനുള്ളവളെ തെരഞ്ഞെടുക്കണം, ദീനുള്ളവനെ തെരഞ്ഞെടുക്കണം. ആദർശ പൊരുത്തം വേണം. നമ്മൾ പറയുമെന്ത്, അതൊക്കെ പിന്നുണ്ടായിക്കോളും, മുതൽ വന്നിട്ടുണ്ടാകുന്നു നമ്മൾ പറയുന്നില്ല. മുതലുണ്ടെങ്കിൽ തന്നെ നമ്മൾ പെണ്ണെടുക്കുള്ളൂ. നല്ല സ്വത്ത് വേണം അവൾക്ക്, സൗന്ദര്യം വേണം അവൾക്ക്, തറവാടിത്തം വേണം. അതിനൊക്കെ നമുക്ക് വലിയ മുഖവിലയാണ്. ദീന് കുറച്ച് കുറവാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, നമ്മളെ പൊരിയിലേക്കല്ലേ വരുന്നത്, ദീനൊക്കെ നമ്മക്കാണ്ട് ഉണ്ടാക്കാം. നമ്മളെ കുട്ടിനെയല്ലേ കെട്ടുന്നത്, അയാൾക്ക് ദീനൊക്കെ നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കാം. ആ വിഷയത്തിൽ അങ്ങ് കണ്ണ് ചിമ്മിയിട്ട് പണമുള്ള പണക്കാരനാണോ, പണക്കാരി പെണ്ണാണോ, സൗന്ദര്യമുണ്ടോ, അഭിജാത്യമുണ്ടോ, കുടുംബമഹിമയുണ്ടോ, ഇതിനൊക്കെ മാത്രം വില കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടുകളിൽ കല്യാണം നടക്കുമ്പോൾ എന്തേ ഇന്ന് രാജ്യത്തതാ തലാഖുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്തടുത്ത് നടക്കുന്ന വിവാഹങ്ങളിലൊക്കെ, ന്യൂജനുകളിൽ നടക്കുന്ന വിവാഹങ്ങളിലൊക്കെ എത്ര പെട്ടെന്നാണ് ത്വലാഖുകൾ നടക്കുന്നത്? എന്തേ കാരണം? ദീൻ അവിടെ പരിഗണിക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടത് നല്ല ചൊറുക്കുള്ള പെണ്ണാണ്. സൗന്ദര്യം നോക്കിക്കോളൂ, ഇസ്ലാം പറഞ്ഞിട്ടില്ല നീ വിരൂപിയെ കെട്ടണമെന്ന്. സൗന്ദര്യം നോക്കാം, ധനം നോക്കാം, തറവാടിത്തം നോക്കാം. പക്ഷേ അതൊക്കെ ദീനുണ്ടെങ്കിലാണ്. ദീനുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. അതുണ്ടോ എങ്കിൽ നീ ബാക്കിയൊക്കെ പിന്നെ നോക്കിക്കോ. നേരെ മറിച്ച് ദീനില്ല, പിന്നെ നീ ഒന്നും അവിടെ നോക്കാനില്ല. ശിർക്ക് ചെയ്യുന്ന പെണ്ണിന് പുതിയാപ്പിളയായി തൗഹീദുള്ള ഭർത്താവ് പറ്റൂല. ശിർക്ക് ചെയ്യുന്ന ഭർത്താവിന് പുതിയവണ്ണായി ഒരു പെണ്ണ്, ആ നിലക്ക് തൗഹീദുള്ള പെണ്ണ് പറ്റൂല. ഇതല്ല പറഞ്ഞതല്ലേ? ആദർശ പൊരുത്തമാണ് ഒരു കല്യാണത്തിൻ്റെ ഒന്നാമതായി ചിന്തിക്കേണ്ടത്. ആദർശ പൊരുത്തം വേണം. ആദർശ പൊരുത്തം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? സമാധാനം ഉണ്ടാവില്ല.
ഭർത്താവിന് പ്രശ്നം വരുമ്പോഴൊക്കെ അതാ വിളിച്ചു പ്രാർത്ഥിക്കേണ്ട മറ്റുള്ളവരെയാണ് വിളിച്ചു തേടുന്നത്. അയാളുടെ കൈത്തണ്ട മുഴുവനും ഏലസാണ്, നെറുക്കുകളാണ്, ഉറുക്കുകളാണ്. അയാൾ അനങ്ങിയാൽ ഓരോ കേന്ദ്രങ്ങളിലേക്കാണ് പോകുന്നത്. അയാൾ ഹോമ ചികിത്സ വീട്ടിൽ ചെയ്യുന്നുണ്ട്, മുട്ടറുക്കുന്നുണ്ട്, തട്ടറുക്കുന്നുണ്ട്, തകിട് വീട്ടിൽ കുഴിച്ചിടുന്നുണ്ട്, അടുപ്പിൽ കോഴിമുട്ട മന്ത്രിച്ചൂതി കുഴിച്ചിടുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളരിക്കയിലും കരിക്കിലുമൊക്കെ കള്ളികളും വരകളുമൊക്കെ കുറിച്ചുകൊണ്ട് സിഹിറിൻ്റെ പണി ചെയ്യുന്നുണ്ട്. അമ്മാതിരിയുള്ള വേല ചെയ്യുന്ന ഒരു ഭർത്താവ് എന്നടങ്ങുന്ന ആ മനുഷ്യൻ്റെ വീട്ടിൽ തൗഹീദുള്ളവർ പെണ്ണ് പോയാൽ ആ പെണ്ണിനവിടെ സ്വൈരമായി ജീവിക്കാനൊക്കുമോ? മറിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു പെണ്ണ് ഇത്തരക്കാരിയാണ്. അവൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെപ്പോലും അവൾ നശിപ്പിക്കും, അവൾ കുഴപ്പത്തിലാക്കും. അസുഖമുണ്ടായാൽ അവൾ റബ്ബിനോടല്ല തേടുന്നത്, അവൾ റബ്ബല്ലാത്തവരോടാണ് വിളിച്ചു തേടുന്നത്. അതുപോലെ തന്നെ ഏലസും ഐക്കല്ലും മുറുക്കുമാണ് അവളുടെയും ചിന്ത. എത്രത്തോളം ഒരു വീട്ടിലുള്ളവൾക്ക് വലിയ പേടിയാണ്. കാരണം കന്നിമൂല നോക്കാതെയാ വീടെടുത്തിട്ടുള്ളത്. ബാത്റൂം ശരിയല്ലാന്ന് അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേന്ന്. പെണ്ണും പുതിയാപ്പിളയും എന്നും തർക്കമാണ്. കാരണം ഈ പെണ്ണ് കന്നിമൂലയിൽ വിശ്വസിക്കുന്ന പെണ്ണാണ്, വാസ്തുവിൽ വിശ്വസിക്കുന്ന പെണ്ണാണ്, സൂത്രധാരയിൽ വിശ്വസിക്കുന്ന പെണ്ണാണ്, ശൈത്താന്റെ പോക്ക് വരവുണ്ട് എന്ന് വിശ്വസിക്കുന്ന പെണ്ണാണ്, അടുപ്പ് അങ്ങോട്ടാകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന പെണ്ണാണ്. ബാത്റൂം ഇവിടെ ഉണ്ടായിക്കൂടാ, അവിടെ വാസ്തുദേവൻ കിടക്കുന്ന സ്ഥലമാണെന്ന് വിശ്വസിക്കുന്ന പെണ്ണാണെങ്കിൽ ആ വീട്ടിൽ പിന്നെ സമാധാനമുണ്ടാകുമോ? ഇനി പെണ്ണങ്ങനെയൊക്കെ ഓക്കെയാണ്. പക്ഷേ ഭർത്താവ് അനങ്ങിയാൽ ഒരു തങ്ങൾ വന്നിട്ട് വടി കൊണ്ട് 2 തട്ട് തട്ടുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ടായ ടോയ്ലറ്റിലെ സംവിധാനങ്ങൾ തച്ച് തകർക്കുന്ന ഒരു ആളാണ് ഈ പുതിയാപ്പിളയെങ്കിൽ ആ പെണ്ണിന് അയാളുടെ കൂടെ എത്ര കാലം സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും? അതുകൊണ്ടാ പറയുന്നത് തൗഹീദ് വെളിച്ചമാണ്, ശിർക്ക് ഇരുട്ടാണ്. രണ്ടും കൂടെ ഒരിടത്ത് യോജിച്ചു പോകൂല, ഏതെങ്കിലും ഒന്നേ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ബഹളം വരാതിരിക്കാൻ ആധികാരികമായി റഹ്മാനായ റബ്ബ് പറഞ്ഞത്, മുശ്രിക്കത്തായ പെണ്ണിനേക്കാൾ നിനക്ക് നല്ലത് കാണാനൊന്നും അത്ര ചേലില്ലെങ്കിലും മുഅ്മിനത്തായ ഒരു അടിമപ്പെണ്ണാണോ, അതാണ് നിനക്ക് ചൊങ്കത്തിയായ ഈ മുശ്രിക്കത്തിനേക്കാളും നല്ലത്. തിരിച്ചും അല്ലാഹു പറഞ്ഞത് അതുകൊണ്ടാ പറയുന്നത് ആദർശ പൊരുത്തം നോക്കണം. ഇന്നത് നോക്കുന്നില്ല. ഇന്നിപ്പോൾ എന്താ നോക്കുന്നത്? കുറച്ചൊക്കെ കഞ്ചാവടിക്കോ, കുഴപ്പമൊന്നുമില്ല. കുറച്ചൊക്കെ ഒന്ന് അടിക്കാതെ പാണാവോ എന്നാണ്. പിന്നെന്താണ്? കുടിക്കുക, അഡിക്റ്റൊന്നുമല്ല, മൂപ്പര് ഇടക്കൊന്ന് കുടിക്കുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ ആകെ പ്ലസ് എന്താ? നല്ല പണക്കാരനാ, നല്ല പൈസക്കാരനാ, നല്ല തറവാട്ടുകാരനാ. ഇതും നോക്കിയിട്ട് പ്രവാസികളെ ഈ ഫാമിലി കോൺഫറൻസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് മക്കളില്ലേ, നിങ്ങൾക്ക് ആൺമക്കളില്ലേ, നിങ്ങൾക്ക് വളർന്നു വരുന്ന പെൺമക്കളില്ലേ? ദീനില്ലാത്ത ഒരുത്തന്നെ എൻ്റെ മോളെ ഞാൻ കൊടുക്കൂല, ദീനുള്ള ഒരു പെണ്ണിനെ അല്ലാതെ എൻ്റെ മോന് വധുവായി കൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കൂല എന്ന് നിങ്ങൾക്ക് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ ഖത്തറിലെ ഫാമിലി കോൺഫറൻസിൽ നിന്ന് പിരിഞ്ഞു പോകാൻ സാധിക്കുമോ? അതിനാണ് ഈ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. അതല്ലാതെ വെറുതെ 2 വർത്തമാനം പറഞ്ഞുകൊണ്ട് വെറുതെ ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ സമയം മെനക്കെടുത്താനല്ലോ. ഫദക്കിർ, നീ ഉത്ബോധനം നടത്തൂ നബിയേ. ഫഇന്ന ദിക്റാ, തീർച്ചയായും ഉത്ബോധനങ്ങളും മുന്നറിയിപ്പുകളുമൊക്കെ എല്ലാവർക്കും ഉപകരിച്ചില്ലെങ്കിലും തൻഫഉൽ മുഅ്മിനീൻ, ഹൃദയത്തിൽ ഈമാനുള്ള ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് വല്ലാതെ ഉപകരിക്കും. ആ പ്രതീക്ഷയോടെ ഞാൻ പറയട്ടെ, ചില തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. അപ്പം ആദർശ പൊരുത്തം, ആ ആശയപ്പൊരുത്തം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതോടൊപ്പം സഹോദരന്മാരെ, ചിലരൊക്കെ ചോദിക്കും, അങ്ങനെ മതബോധമൊന്നുമില്ലാത്ത നിരീശ്വരവാദികൾ ഇവിടെ നല്ല മാപ്പിളയും പെണ്ണുമായിട്ട് ജീവിക്കുന്നില്ലേ? എത്രയെത്ര നിസ്കാരം പോലും ഇല്ലാത്തവർ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട്. പിന്നെ മതബോധമുണ്ടെങ്കിലേ സംതൃപ്ത ജീവിതം വരൂ എന്നൊക്കെ നിങ്ങളെന്തിനാ അവകാശപ്പെടുന്നത്? അതെനിക്ക് പറയാനുള്ള മറുപടി മറ്റൊന്നുമല്ല. ജീവിതം എന്ന് പറയുന്നത് 2 നിലക്കുണ്ട്. ഇക്കാണുന്ന ദുന്യാവാണ് എല്ലാം എന്ന നിലക്ക് അടിച്ചു പൊളിച്ച് എങ്ങനെയും ജീവിച്ചോട്ടെ, അവളെങ്ങനെ വേണമെങ്കിൽ പുറത്തേക്ക് പോയിക്കോട്ടെ, അവൾ ലെഗിൻസ് ഇട്ട് പോയാലും, അവൾ ഇനി അവളുടെ മാറ് കാണിച്ചാലും, അവളുടെ ശരീരം കാണിച്ചാലും, അവൾ എങ്ങനെ വേണമെങ്കിൽ പോയിക്കോട്ടെ.
പൊയ്ക്കോട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് ഞാനും പൊയ്ക്കോട്ടെ എന്ന നിലക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിക്കുന്ന പല ദമ്പതികളും ഉണ്ടാകും. പക്ഷേ ഇസ്ലാം സംസാരിക്കുന്നത് ബോധമുള്ളവരോടാണ്, ഈമാനുള്ളവരോടാണ്. ഈ ലോകത്തെ അടിച്ചു പൊളിച്ച് ജീവിതത്തെക്കാളപ്പുറം സംതൃപ്തിയോടെ സ്വർഗത്തിലെത്തണമെന്ന് മോഹിക്കുന്ന രക്ഷിതാക്കളോട്, കുടുംബങ്ങളോട്, ആ നിലക്കുള്ള ആളുകളോടാണ് ഇസ്ലാമിന് സംസാരിക്കാനുള്ളത്. അതുകൊണ്ടെന്ത് വേണം? ഇബാദത്തുകളുടെ കാര്യത്തിൽ പോലും നമ്മെ സഹായിക്കുന്ന ഒരു ഇണയാണ് എനിക്കുണ്ടാവേണ്ടത്, നിങ്ങൾക്കുണ്ടാവേണ്ടത്. തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഇണയല്ല. അതുണ്ടാവണമെങ്കിൽ അടിസ്ഥാനം പഴക്കാതെ ആ നല്ല ആളെ തിരഞ്ഞെടുക്കണം. മതബോധമുള്ള പുതിയാപ്പിള, മതബോധമുള്ള പെണ്ണ്, അങ്ങനെ അവരുടെ ജീവിതം ആരംഭിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂല് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ആശീർവാദം പറഞ്ഞു ദുആ ചെയ്തിട്ടുണ്ട് ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി. അതാരാ? ഏതാണ് ആ പുതിയാപ്പിള എന്നറിയോ? റഹിമല്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, റജുലൻ, ഒരു പുതിയാപ്പിളയെ, ഒരു മനുഷ്യനെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. എന്താ അയാളുടെ പ്രശ്നം? എന്താണ് അയാളുടെ പ്രത്യേകത? അയാൾ ഖാമമിനൽ ലൈൽ, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി അയാൾ സുബഹിക്ക് മുമ്പേ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അങ്ങനെ അയാൾ ഫസല്ല, അയാൾ ഉളുണ്ടാക്കി നിസ്കരിക്കുന്നുണ്ട്. അതോടൊപ്പം തൻ്റെ കൂടെ വേദി പങ്കിട്ട്, തൻ്റെ കിടപ്പറ പങ്കിട്ട തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഉറങ്ങുന്നു. എനിക്ക് മാത്രം സ്വർഗത്തിൽ പോയാൽ പോരല്ലോ, എൻ്റെ കിടപ്പറ പങ്കിടുന്ന പെണ്ണും എൻ്റെ കൂടെ സ്വർഗത്തിൽ വേണ്ടേ? അതുകൊണ്ട് ആ ഭർത്താവ് എന്തു ചെയ്യുന്നു? ഭാര്യയെ കുലുക്കി വിളിച്ചുണർത്തിക്കൊണ്ട് പറയുന്നു, എഴുന്നേൽക്കൂ, ഇതാ ബാങ്ക് വിളിക്കാൻ ഇനി സമയം കുറച്ചേയുള്ളൂ, തഹജ്ജുദ് നിസ്കരിക്കൂ, നിസ്കരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ വിളിച്ചുണർത്തുന്ന ഒരു ഭർത്താവ്, അല്ലാഹു ആ മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ. മുത്ത മുസ്തഫായുടെ ദുആ, അഡ്വാൻസ്ഡായി മഹാനായ നബി തങ്ങൾ ദുആ ചെയ്തു പോയി. തീർന്നില്ല. അതേ നബി തങ്ങൾ വീണ്ടും പറയാണ്, റഹിമല്ലാഹു ഇംറഅത്തൻ, ഒരു ഭാര്യയെ, ഒരു പെണ്ണിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആ പെണ്ണെന്താ ചെയ്യുന്നത്? ഖാമത്ത് മിനൽ ലൈൽ, അവൾ രാത്രിയിൽ എഴുന്നേറ്റ് ഫസല്ലത്ത്, അവൾ നിസ്കരിക്കുന്നു. ഭർത്താവ് എഴുന്നേറ്റിട്ടില്ല, ക്ഷീണിതനായി ഉറങ്ങുകയാണ്. ആ സമയത്ത് ആ പാവം ഉറങ്ങിക്കോട്ടെ എന്നല്ല, അവിടെ പ്രത്യേകം ആ ഭാര്യ ചിന്തിക്കുന്നത് എന്താ? ഞാൻ പോകുമ്പോൾ എൻ്റെ ഇക്ക എൻ്റെ കൂടെ സ്വർഗത്തിൽ വേണം. നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എൻ്റെ ഭാര്യക്കും കിട്ടിയെങ്കിൽ, എൻ്റെ മകൾക്ക് കിട്ടിയെങ്കിൽ, എൻ്റെ മകന് കിട്ടിയെങ്കിൽ, എൻ്റെ ഭർത്താവിന് കിട്ടിയെങ്കിൽ എന്ന്. ദുന്യാവിൽ നല്ല ഒരു കാഴ്ച കാണുമ്പോൾ, ഒരു നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ദുന്യാവിൽ പോലും നമ്മൾ മോഹിക്കുന്നവരല്ലേ ഉപ്പമാരെ, ഉമ്മമാരെ, ഭാര്യാഭർത്താക്കളെ? എങ്കിൽ ഇവിടെ ഈ പെണ്ണ് ചെയ്യുന്നതെന്താ? ഞാൻ സ്വർഗത്തിൽ പോകുമ്പോൾ എൻ്റെ ഇക്ക എൻ്റെ കൂടെ സ്വർഗത്തിൽ വേണം. അതുകൊണ്ട് കിടന്നുറങ്ങുന്ന ഭർത്താവിനെ കുലുക്കി വിളിച്ചു ഉണർത്തുന്നു, എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറയുന്നു. അങ്ങനത്തെ ഒരു ഭാര്യയും ഭർത്താവും അങ്ങനെ ഉണ്ടോ നമ്മുടെ വീട്ടിൽ? ഞാൻ എന്നോട് ചോദിക്കുക, ഓരോരുത്തരും ചോദിക്കുക, മുകളിലിരിക്കുന്ന സഹോദരിമാർ ചോദിക്കുക, എൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഇതുവരെ ആ ഒരു സുഖം അനുഭവിച്ചിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു സ്വർഗം എൻ്റെ മണിയറയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? എല്ലാവരും കിടന്നുറങ്ങാണ്, ഞാൻ എഴുന്നേറ്റു, ഉളുവെടുത്ത് നിസ്കരിച്ചു, എൻ്റെ ഭാര്യയെ ഞാൻ വിളിച്ചു, കുലുക്കി ഉണർത്തി, ഇതാ ബാങ്ക് കൊടുക്കട്ടോ, നിസ്കരിച്ചോ. അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാണ്, ഭാര്യ നിസ്കരിച്ചു, നേരത്തെ എഴുന്നേറ്റു, അവളെല്ലാം വൃത്തിയായി, അവൾ നമ്മളെ വിളിച്ചു, നിസ്കരിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇതിലപ്പുറം ഇനി ഒരു സ്വർഗം എന്താ വേണ്ടത്? ഇതിലപ്പുറം ഒരു സംതൃപ്തി എന്താ വേണ്ടത്? അങ്ങനെ നേരത്തെ എഴുന്നേറ്റ ആ മനുഷ്യൻ്റെ മനസ്സിനുണ്ടാകുന്ന നശാത്ത്, അവൻ അന്നത്തെ ദിവസം എത്രമാത്രം ആക്റ്റീവാണ്, അവൻ്റെ മനസ്സിനെന്തൊരു സന്തോഷമാണ്. കാരണം അധിക ചെലവിന് നിർബന്ധിക്കാത്ത പെണ്ണാണത്. വരവനുസരിച്ച് ചെലവഴിക്കാൻ മാത്രമല്ലാതെ നമ്മുടെ വരവിനപ്പുറം ഒന്നും നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന് സ്നേഹത്തോടെ തൻ്റെ ഭർത്താവിനോട് അറിഞ്ഞ് യാത്രയേക്കുന്ന ഒരു പെണ്ണാണത്. കാരണം അവളുടെ റബ്ബിനോട് എപ്പോഴും പറയുന്നുണ്ട്, റബ്ബേ നീ എന്ത് തരുന്നുവോ അതിൽ ഞാൻ തൃപ്തിയുള്ളവളാണ്, നീ എന്തെനിക്ക് വിധിച്ചുവോ അതെനിക്ക് ഹൈറാണ് എന്ന തീരുമാനത്തോടെ ജീവിക്കുന്ന പെണ്ണാണത്, ആണാണത്. അത് കിട്ടണോ? അതിന് വലിയ പണക്കാരായി
ഉണ്ടായിട്ട് കാര്യമില്ല. വലിയ വലിയ സൗകര്യങ്ങളുള്ള വീട്ടിൽ മണിയറയിൽ കിടന്നിട്ട് കാര്യമില്ല. ശീതീകരിച്ച റൂമുകളാണ്, AC ഇട്ട റൂമുകളാണ്, നല്ല നല്ല പരവതാനികൾ വിരിച്ചിട്ടുള്ള ബെഡ്റൂമിലാണ് കിടക്കുന്നത്. പക്ഷേ ആ മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും വിയർക്കുകയാണ്, മനസ്സ് ഉരുകുകയാണ്. കാരണം എന്തേ? തനിക്ക് കിട്ടിയിട്ടുള്ള ഭാര്യ അത്തരക്കാരിയായി പോയി, തനിക്ക് കിട്ടിയിട്ടുള്ള ഭർത്താവ് അത്തരക്കാരനായി പോയി. ഇതില്ലാതിരിക്കാനായി പറയുന്നത് തുടക്കം നന്നാക്കണം. ഇനി സഹോദരന്മാരെ, ആ നിലക്ക് നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതം ബറക്കത്തുള്ള ജീവിതമാവണ്ടേ? അതിനുവേണ്ടി നമ്മൾ ആലോചിക്കണം, ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? വിവാഹം എന്ന് പറയുന്ന പരിപാവനമായ ചടങ്ങ് നമ്മുടെ കുടുംബങ്ങളിൽ എങ്ങനെയാണ് നടത്തുന്നത് എന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരവരോട് ചോദിക്ക്. എൻ്റെ കുടുംബത്തിൽ എങ്ങനെയാ നിക്കാഹ് നടക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയാ നിക്കാഹ് നടക്കുന്നത്? പെണ്ണിനെ കാണാൻ പോകുന്നത് ഒരു പടയാണ്. ആരാണടോ നിന്നോട് പറഞ്ഞത് നിന്റെ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ നാട്ടുകാരെ കാണിക്കാൻ? തീരുമാനമെടുക്കണം ഖത്തറിലെ ഫാമിലികൾ. നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളിനി പെണ്ണ് കാണാൻ പോകുമ്പോൾ ഒപ്പം ആള് പൊയ്ക്കോട്ടെ, പക്ഷേ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ചെക്കനാരാണോ അയാൾ മാത്രമേ കാണാവൂ ആണായിട്ട്. അയാളുടെ കൂടെ പോകുന്ന ആണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കരുത്. അവരഭിപ്രായം പറഞ്ഞിട്ട് കെട്ടേണ്ടതല്ല. വിവാഹം കഴിക്കുന്ന ഇവനാണ് അവളെ ഇഷ്ടപ്പെടേണ്ടത്. അതിനെ അനുവാദം കൊടുക്കാവൂ. കൂട്ടുകാരൊന്നിച്ചൊരു ബഹളമായിട്ട് ഇങ്ങോട്ട് കയറി വന്നാൽ ഈ വീടതിന് പറ്റൂല മക്കളെ, നിങ്ങൾക്ക് തൽക്കാലം പോകാമെന്ന് പറയാൻ ആർജവമുള്ള തൻ്റെ ഇടമുള്ള അമ്മോശന്മാർ ഉപ്പമാരുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. അപ്പൊ കുട്ടിയുടെ കല്യാണം നടക്കുമോ മൗലവി? വമയ്യതവക്കൽ അലല്ലാഹ്, അള്ളാനെ പേടിച്ചിട്ട് റബ്ബിനിഷ്ടമില്ലാത്ത നിയമങ്ങളില്ലെന്ന് വിട്ടുനിന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ മകൾ മുടക്കാച്ചരക്കായി വീട്ടിലിരിക്കൂല. എന്തേ കാരണം? അള്ളാനെ ഭയന്നുകൊണ്ടാണോ നിങ്ങളൊരു തെറ്റിൽ നിന്ന് പിന്മാറുന്നതെങ്കിൽ റഹ്മാനായ റബ്ബിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകുമെന്ന് തീർച്ചയാണ്. വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, അള്ളാനെ സൂക്ഷിച്ചുകൊണ്ടൊരാൾ ജീവിച്ചതിൻ്റെ പേരിൽ ഒരാളും കഷ്ടപ്പെടൂല. എക്സിറ്റുകൾ അവൻ അല്ലാഹ് തുറന്നു കൊടുക്കും തീർച്ചയാണ്. സൂറത്തു ത്വലാഖ്